നിങ്ങൾക്ക് 7 ദിവസം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഫോണൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഫോണില്ലാണ്ട് ഒരു മാരിയായിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഫോൺ, നടക്കുമ്പോൾ ഫോൺ, കിടക്കുമ്പോൾ ഫോൺ, തിന്നുമ്പോൾ ഫോൺ, എന്തിന് കക്കൂസിൽ വരെ ഫോൺ. അതുകൊണ്ട് ഞാൻ ഫോണില്ലാതെ കുറച്ച് ദിവസം ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി ഞാൻ ഈ ചലഞ്ചിന്റെ റൂൾസ് ഞാൻ പറയാം. നോ ഫോൺ. പിന്നെ ഈ ചലഞ്ച് ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ടിവിയും കാണുന്നില്ല. പിന്നെ നോ മ്യൂസിക്, പാട്ടും കേൾക്കുന്നില്ല. നമ്മൾ ആകെ യൂസ് ചെയ്യുമ്പോൾ ഒന്നത് ലാപ്ടോപ്പ് മാത്രമാണ്. അത് നമ്മുടെ വർക്കിന് വേണ്ടി മാത്രം. നോ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാ, വാട്സപ്പ്, യൂട്യൂബ് ഒന്നും കാണാൻ പോകുന്നില്ല അതിൽ. ഞാൻ നിങ്ങൾക്ക് പോലെ തന്നെ ഒരു ഫോൺ അഡിക്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ. എൻ്റെ ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അതായത് 9 മണിക്കൂർ 14 മിനിറ്റാണ് എൻ്റെ ആവറേജ് സ്ക്രീൻ ടൈം. ചില ദിവസം 15 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഞാൻ 7 ദിവസം ഫോണില്ലാതെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ നമ്മളോട് സ്വിച്ച് ഓഫ് ചെയ്യണം. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് അപ്പോൾ തന്നെ ഫോൺ നോക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പറ്റില്ലല്ലോ, ഫോണൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരുന്നു. ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഫോണില്ലാണ്ട് ഒരു മാരിയായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ ഒന്ന് തോണ്ടാനുള്ളൊരു വ്യഗ്രത തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി 6 ദിവസം കൂടി ഉണ്ട്. കുറച്ചു നേരം പുസ്തകം വായിക്കാന്ന് വെച്ചു. അങ്ങനെ തലങ്ങും വിലങ്ങും കീർന്ന് ഞാൻ പുസ്തകം വായിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയിട്ടാണ്. അങ്ങനെ നടന്ന് നമ്മളിത് ബീച്ചിലെത്തി. ഇവിടെ ഇരുന്ന് ഞാൻ എന്തൊക്കെയോ കൊണ്ടടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഓടിയേ കിട്ടിയില്ല. അപ്പോൾ ഡേ 1 കഴിയാറായി. 9:30 സമയം. ഇപ്പോൾ 12 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാനത് ഉറങ്ങാൻ പോവാണ്. സാധാരണ ഞാൻ ഉറങ്ങാറ് 2:30-3 മണിക്കൊക്കെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഈ സമയത്ത് ഉറക്കം വരുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ ചെയ്യാനൊന്നുമില്ല. കാരണം ഫോണുണ്ടെങ്കിൽ ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:20. സാധാരണ ഈ സമയത്തൊന്നും ഞാൻ എനിക്കകത്താണ്. ഇന്നലെ നേരത്തെ ഉറങ്ങിയോണ്ട് ഈ സമയത്ത് ഞാൻ അല്ലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. തന്നെ ഉറങ്ങി മതി എണീറ്റുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഫുഡ്, മുട്ടയും പുട്ടും. അപ്പോൾ അതും കഴിച്ച് വർക്ക് ചെയ്യാനായിട്ടിരുന്നു. ഇടയ്ക്ക് ബുക്കൊക്കെ ഒന്ന് വായിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങി, പാട്ട് പാടൽ. പിന്നെ ഇതന്നെ പരിപാടി. അങ്ങനെ അതും ബോറടിച്ചപ്പോൾ എനിക്ക് തോന്നി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ ട്രിമ്മർ എടുത്ത് പരിപാടി തുടങ്ങി. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം, വാ. ഇപ്പോൾ സമയം 8 മണി. ഈ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്നു. പക്ഷേ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ഉറക്കം പറ്റില്ല. പുല്ല് മടുത്ത് ഫോണൊന്ന് നോക്കിയാലോ? വേണ്ടല്ലേ, വേണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ
ഇപ്പോൾ 9:30 സമയം. ഇപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ശരി, ഞാൻ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഓക്കെ. ഇന്ന് നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും? നോ. അതെ, ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കോഴി പറിക്കണ മണം കിട്ടിയപ്പോൾ അടുക്കള വരെ ഒന്ന് പോണ്ടി വന്നു. അത് കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോഴോ റോട്ടിലാകെ വെള്ളം. ഇപ്പോൾ ആകെ മഴയും റോട്ടിലാകെ വെള്ളമൊക്കെയാണ്. കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്തു. ഫോണില്ലാതെ ശരിക്കും ഭ്രാന്ത് വരുന്നുണ്ട്. ശരിയാ, വേറെ ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ബൈ ദ ബൈ, ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ്. അങ്ങനെ വര തീർന്നു. 2 ദിവസം കൊണ്ട് വരയ്ക്കേണ്ടത് 2 മണിക്കൂർ കൊണ്ട് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. നോട്ട് സാറ്റിസ്ഫൈഡ്. എന്തായാലും ഫൈനൽ റിസൾട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 10:30 സമയം. എണീക്കാൻ ലേറ്റായി. കാരണം കിടക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ചിത്രം വരയ്ക്കായിരുന്നു. കാരണം കുറച്ച് ലേറ്റായി. ഇന്നെനിക്ക് തറവാട്ടിൻ്റെ പരിപാടി ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയി വീടെടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഞാൻ പോയിട്ട് പല്ലേച്ച് കുളിച്ച് റെഡി ആവട്ടെ. ഓക്കെ. അതിൻ്റെ ഇടയിൽ പത്രമൊക്കെ വായിച്ചു കേട്ടോ. ദേ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഗുഡ് മോർണിംഗ്. എൻ്റെ അനിയത്തിനെ തൃശ്ശൂർ ഉണ്ടാക്കിയിട്ട് വരാം. കൊണ്ടാക്കി വന്നിട്ട് ഞാൻ നേരെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് എണീറ്റിട്ട് നേരെ പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്, അമ്മേനെ വിളിക്കാനായിട്ട്. ഇവനാണ് അതിരത്ത്. ഇവനെ ഞാൻ വിളിക്കുന്നത് ഉണ്ണിയാണ്. അവിടെ നിന്ന് അമ്മയെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഈ ബീച്ച് നിങ്ങൾ കുറേ റീൽസിലൊക്കെ കണ്ട ബീച്ചാണ്. ഇതാണ് അർപ്പത്തോട്. ഇതിപ്പോൾ പൊടിച്ചിട്ടായിരിക്കാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ പൊടിച്ചിടാറുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഞാൻ കടലൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 6 ആണ്. ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ നമുക്ക് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, അമ്മേനെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നല്ല മഴയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്ത് പോവുക, കയാക്കിങ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം നല്ല മഴയാണ്. ഇവിടെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തൊന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ മാങ്ങി കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇന്നൊരു പ്രശ്നമുണ്ട്. ഇന്ന് വീട്ടിൽ അമ്മയില്ല. അതുകൊണ്ട് വീട്ടിലെ ചെറിയ ചെറിയ പാചകവും ക്ലീനിങ്ങും ഒക്കെ ഞാനും അച്ഛനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമാണ്, അതായത് ലാസ്റ്റ് ഡേ. ഞാൻ കുറച്ച് നേരം എണീറ്റിട്ട്, കാരണം ഇവിടെ അമ്മയില്ല, അതുകൊണ്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് എണീറ്റാണ്. പക്ഷേ അച്ഛൻ പറഞ്ഞു പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങാം. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പുസ്തകമൊക്കെ വായിച്ചു, വർക്ക് ചെയ്തു, കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഹായ്. അപ്പോൾ 7 days വിത്തൗട്ട് ഫോൺ എന്ന ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇന്ന് 7ാമത്തെ ദിവസം ഈവനിങ് ആണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് ആദ്യത്തെ 3 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏവറേജ് സ്ക്രീൻ ടൈം 9 മണിക്കൂറുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിനോട് യൂസ്ഡായി എന്ന് പറയാം. ഒന്നും കുഴപ്പമില്ല, നല്ല ഓക്കെ രീതിയിലായി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുന്ന നേരത്ത് ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ
ഇപ്പോൾ അത് പറ്റിയില്ലല്ലോ, ഈ ചലഞ്ച് സമയത്ത് പറ്റിയില്ല. അത് ഞാൻ മെയിനായിട്ട് മിസ് ചെയ്തു. പിന്നെ പാട്ട് കേട്ട് നടക്കാൻ വന്ന് ശീലമുണ്ടായിരുന്നു. ഞാൻ നടക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും പാട്ട് കേട്ടിട്ടാണ് നടക്കാൻ പോകാറ്. പിന്നെ ഇടയ്ക്കിടെ ഞാൻ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് പറ്റിയില്ല. അതും ഒരു മിസ്സിങ് ആയിരുന്നു, മേജർ മിസ്സിങ് ആയിരുന്നു. പിന്നെ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നില്ല, ഡോപ്പമൈൻ ഹിറ്റ് കിട്ടുന്നില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൂടുതൽ സന്തോഷിച്ചിരുന്നത്. ഇപ്പം ഞാൻ വരച്ചിരുന്നു, മറ്റേ പുസ്തകം വായിച്ചിരുന്നു, പിന്നെ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങി. പത്രമൊക്കെ അതിശയാണ് കേട്ടോ. ഞാൻ പത്രമൊന്നും വായിക്കുന്ന ഒരാളൊന്നുമില്ല, പക്ഷെ ഇപ്രാവശ്യം പത്രമൊക്കെ വായിച്ചു. അപ്പോൾ കുറച്ചുകൂടി മൈൻഡൊക്കെ ഒരു ഫ്രീ ആയ പോലെ ഒരു ഫീല് ഉണ്ട്. പിന്നെ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യായിരുന്നു. ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ശീലം ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ മാത്രമല്ല, ഡിജിറ്റൽ വെൽബീയിങ്, ഒരു ഡിജിറ്റൽ ഡയറ്റ് വേണം എന്നെനിക്ക് തോന്നുന്നു ലൈഫിൽ. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ബീച്ചിലേക്കാണ്. അങ്ങനെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സംതൃപ്തിയിൽ ഞാൻ അങ്ങനെ നിന്നു.